Hello, Assalamu alaikum. Here is your Shahjahan. Once again, ശുഷ്കാന്തി ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി നിങ്ങളടുത്ത് എത്തിയിരിക്കുകയാണ്. ഉള്ളിലെ ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഒരേ സമയം പൂർത്തീകരിച്ച് കിട്ടണമെന്നില്ല. ചിലപ്പോൾ വർഷങ്ങളുടെ പ്രാർത്ഥനയും വർഷങ്ങളുടെ ശ്രമഫലവുമായിട്ടൊക്കെ ആയിരിക്കും ചിലർക്ക് പലത് ഏൺ ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ നമ്മളേക്ക് കിട്ടാത്തത് അത് നമ്മളെ കയ്യിൽ വന്നിട്ടില്ലെങ്കിൽ അത് മറ്റൊരു രൂപത്തിൽ അതിലേറെ ഉഷാറാക്കിയിട്ട് നമ്മളെ കൈകളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും. എല്ലാവരും നല്ലതിന് മാത്രം ശ്രമിക്കുക, നല്ല രീതിയിൽ നീങ്ങുക. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു നിർത്തിയത് ശുഷ്കാന്തി ടോക്കിൻ്റെ മറ്റൊരു വ്ളോഗിൽ ഞാൻ കാലിക്കറ്റ് ഫറൂഖ് കോളേജിൽ നിന്നും എൻ്റെ കോളേജ് ചേഞ്ച് ചെയ്തുകൊണ്ട് മഞ്ചേരി കോപ്പറേറ്റീവ് കോളേജിലേക്ക് മാറിയതിനെ കുറിച്ചായിരുന്നു. ഇനി അവിടെ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങാനുള്ളത്. പക്ഷെ ആ സമയം തന്നെ ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ വിട്ടുപോയതുണ്ട്. ഞാൻ ഫറൂഖ് കോളേജിൻ്റെ കാര്യം പറഞ്ഞെങ്കിലും എന്നെ ഞാനാക്കി വളർത്തിയ എൻ്റെ പാക്കടപ്പുറ സ്കൂള്, അവിടെ നമ്മുടെ കുറ്റൂർ നോർത്ത് സ്കൂള്. പാക്കടപ്പുറ സ്കൂള് നമ്മൾ ചെറുപ്പക്കാലായതുകൊണ്ട് നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ അനുഭവങ്ങളെ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഓർമ്മകളിലേക്ക് കയറി വരില്ല. എന്നിരുന്നാലും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയ രണ്ട് സ്കൂളുകളാണ് പാക്കടപ്പുറയിലെ LP സ്കൂളും UP സ്കൂളും. അവിടെ എൻ്റെ ഇപ്പോഴും ഞാൻ കണക്ഷൻ കൊണ്ടു നടക്കുന്ന എൻ്റെ പ്രിയ ടീച്ചേഴ്സ്, അങ്ങനെ തുടങ്ങി ഒരുവിധ എല്ലാ മേഖലകളിലും ഇപ്പോൾ എനിക്ക് ക്ഷണവും സ്വീകരണവും നൽകിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് ഏത് സമയത്തും ഒരു വിദ്യാർത്ഥിയും രക്ഷിതാവൊക്കായി ഏത് സമയത്തും കയറി ചെല്ലാൻ പറ്റിയ സ്കൂളായിരുന്നു പാക്കടപ്പുറ സ്കൂൾ. ഓക്കെ, ഞാൻ ഈ കാര്യത്തിലേക്ക് വരാം. KMHSS കുറ്റൂർ നോർത്ത് സ്കൂൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു സ്കൂളാണ്. ഒരുപാട് മാറ്റങ്ങൾ. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കോഴിക്കോട് ഫറൂഖ് കോളേജിലേക്ക് BA എക്കണോമിക്സിന് അഡ്മിഷൻ മെറിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മാർക്ക് കിട്ടിയത് കുറ്റൂർ നോർത്ത് സ്കൂളിൽ നിന്നാണ്. അപ്പോൾ ആ സ്കൂള് എന്നിലേക്ക് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് അതിൻ്റെ ടീച്ചേഴ്സ്, അറ്റ്മോസ്ഫിയർ, പിന്നെ അതിലേറൊക്കെ രസമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കുറ്റൂർനോർത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ 8ാം ക്ലാസ്സിലേക്ക് അവിടെ ചെല്ലുന്നത്. അപ്പോൾ എല്ലാവരും വണ്ടി സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ള പല പല സ്കൂളിലേക്കും ചേക്കേറുമ്പോൾ കുറ്റൂർനോർത്ത് സ്കൂളിനെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഒന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാടവരമ്പിലൂടെയും തോട്ടിലൂടെയൊക്കെ ചാടിക്കടന്നിട്ടാണ് നമ്മൾ കുറ്റൂർ സ്കൂളിലേക്ക് അന്ന് പോകാമെന്ന്. എടത്തോള ഭവൻ എന്ന് പറയും. അവിടേക്കുള്ള റോഡ് പക്ക ഡാറിങ് അല്ല, പക്ക കട്ട് റോഡാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കട്ട് റോഡ് വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ചുറ്റിയിട്ട് പോകണം. അപ്പോൾ നമ്മൾ കോയിച്ചീരി മലാർ എന്ന് പറഞ്ഞ മലാറുണ്ട്. ആ മലാരത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ചാടി കയറിയിട്ട് അങ്ങ് മേപ്പോട്ട് കയറിയിട്ട് പോകും. ചോലകളും അരുവികളും എവിടെ പോയാലും വെള്ളവും കാര്യങ്ങളും ഒക്കെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ നടന്നു പോകും. മേലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് 1 രൂപയ്ക്ക് അന്നത്തെ കാലത്ത് രസ്ന തരും. ഒരു കുപ്പി പോയി ഫുള്ളായിട്ട് രസ്ന, ഒരു സ്ട്രോ ഇട്ടിട്ട് നമുക്ക് രസ്ന തരും. അത് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ഈവൻ വൈകുന്നേരം വരേക്കുള്ള 100% പോസിറ്റീവായിട്ടുള്ള ഒരു രസ്നയായിരുന്നു അത്. കാരണം ചില വെള്ളങ്ങൾക്ക് നമ്മൾ ദാഹിച്ചു കുടിക്കുമ്പോൾ അതിൻ്റെ 10 ഇരട്ടി, അതിൻ്റെ 100 ഇരട്ടി ടേസ്റ്റ് ഉണ്ടാകും. നമുക്ക് ഏതൊരു ഭക്ഷണത്തിനായിക്കോട്ടെ വെള്ളത്തിനായിക്കോട്ടെ അതിൻ്റെ യഥാർത്ഥ രുചി ലഭിക്കണമെങ്കിൽ എന്ത് വേണം, 100% അത് നമുക്ക് അനുഭവത്തിലൂടെ കുടിക്കണം. അതായത് ഫീലിങ്സ് കിട്ടണമെങ്കിൽ, ഏത് വസ്തുവിൻ്റെ ഫീലിങ്സ് കിട്ടണമെങ്കിൽ നമുക്ക് ആ ഇമ്പാക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് വേണം, 100% ഫീൽ ചെയ്ത് കുടിക്കണം. ദാഹിച്ചാലേ വെള്ളം കുടിച്ചിട്ട് കാര്യമുള്ളൂ, വിശന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടേ കാര്യമുള്ളൂ. ഏതും അങ്ങനെയാണ്. എന്തിനോടും ആശകൾ വേണം. ഇട്ട ഡ്രസ്സ് 100% ഫിറ്റാണെന്നുള്ളതും അതുപോലെ തന്നെ എനിക്ക് 100% ഹാപ്പിയാണെന്ന് മനസ്സിലാക്കണം. എന്ത് വേണം, ആ ഡ്രസ്സിനോട് നമുക്കൊരു മുഹബത്ത് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു ഡ്രസ്സ് ഇല്ലാതിരിക്കണം, അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയ ഡ്രസ്സായിരിക്കണം. അപ്പോഴാണ് ചില ഡ്രസ്സുകൾക്കൊക്കെ ഒരു മുഹബത്ത് ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ജീവിതത്തിനോട് ഒന്നിനോട് വെറുതെ കിട്ടരുത്. 100% പടപൊരുതി വിജയിച്ച് നമ്മൾ നേടിയെടുക്കുന്ന പല വസ്തുക്കൾക്കും അറ്റ് ദ സെയിം ടൈം ചില വിഷയങ്ങളുണ്ട് കേട്ടോ. ഭാര്യയിൽ നിന്ന് കിട്ടുന്ന ഗിഫ്റ്റ്, അതുപോലെ തന്നെ മറ്റാരെങ്കിലൊക്കെ നമുക്ക് അമൂല്യമായിട്ട് നമുക്ക് നൽകുന്ന എന്തെങ്കിലും ഗിഫ്റ്റുകൾ, അതൊക്കെ ചിലപ്പോൾ ചിലർ തരുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടതായി മാറാം. അറ്റ് ദ സെയിം ടൈം നമുക്ക് എല്ലാം ഫ്രീ ആയി കിട്ടുമ്പോൾ അതിനൊന്നും യാതൊരു വില ഉണ്ടാവില്ല. സോ ഈച്ച് ആൻഡ് എവരി റുപ്പീസ് ഹാവ് ഇറ്റ്സ് ഓൺ വാല്യൂ എന്ന് പറഞ്ഞതുപോലെ ഈച്ച് ആൻഡ് എവരി ടോക്ക് ആൻഡ് ഈച്ച് ആൻഡ് എവരി ഡ്രസ് ആൻഡ് എനിത്തിങ് ആൻഡ് എവരിത്തിങ്, ഏതും നമുക്ക് അതിൻ്റെതായ വാല്യൂബിലിറ്റിയോട് കിട്ടുമ്പോൾ മാത്രമേ അതിന് വില ഉണ്ടാവുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന ആ രസനയ്ക്ക് അത്രത്തോളം ടേസ്റ്റ് വരാൻ കാരണം എന്തായിരുന്നു, 100% നമ്മൾ ദാഹിച്ചിട്ട് ആ കയറ്റങ്ങ് കയറി ചെല്ലല്ലേ. അപ്പം നമ്മൾ ആ ദാഹിക്കുന്നതോട് കൂടി എന്ത് ചെയ്യും, ആ വെള്ളം കുടിക്കുന്നു, 100% മൈൻഡ് സക്സസ് ആവുന്നു. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ വീണ്ടും വരാൻ പോവുകയാണ്. കുറ്റൂർത്ത് സ്കൂൾ. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്തേന് എന്ത് ചെയ്യുന്ന വെച്ചാൽ ചെറുപ്പകാലം തൊട്ടേ നമ്മൾ എന്ത് ചെയ്യും, ഒറേസ് സിപ്പപ്പ് വെക്കും. സിപ്പപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് വീട്ടിൽ പഴയ കാലത്തിൽ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിപ്പപ്പിൽ നമ്മൾ എന്താ വെച്ചാൽ ഒരു മുറി തേങ്ങ അതിലേക്ക് നമ്മൾ ഏകദേശം ഒരു 2 കിലോ പഞ്ചസാര,
ഒരു മുറി തേങ്ങ എടുത്ത് ജ്യൂസ് അടിച്ച് അതിലേക്ക് 2 കിലോ പഞ്ചസാര ആഡ് ചെയ്താൽ ഏകദേശം 200 ഒറൈസിന് മുകളിൽ, അതായത് സിപ്പപ്പ് കിട്ടും. അന്നത്തെ കാലത്ത് 200 ഒറൈസിന് മുകളിൽ എന്ന് പറയുമ്പോൾ മിനിമം ആലോചിച്ചാൽ മതി, 200-250 ഒറൈസ് കിട്ടും. ആ 200-250 ഒറൈസ് ഏകദേശം 50 പൈസക്കാണ് അന്ന് വിൽക്കുന്നത്, ഐസല്ലേ. അപ്പോൾ 200-250 ഒറൈസ് 125 രൂപയോളം വരും. അന്ന് ഏകദേശം 1 കിലോ പഞ്ചസാരക്ക് 11 സംതിങ് വില ഉള്ളൂ. പിന്നെ തേങ്ങ സുലഭമായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ കോസ്റ്റ് നമ്മൾ കണക്കൂടുമ്പോൾ ഈ 50% ഇൻവെസ്റ്റ്മെൻറ്റ് വരും. ഇലക്ട്രിസിറ്റി ബിൽ ഇറക്കി 50%, 40% വരും. അത് അതിലേറെ ഡബിൾ വിലക്ക് നമ്മൾ വിറ്റിരുന്ന ഒരു കാലഘട്ടം നടന്നെല്ലോടത്തും നടക്കണം. അതേപോലെ അതിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ വേറെ വെക്കാൻ. നമ്മളെ കടലക്ക കച്ചവടത്തിന് അനുഭവങ്ങളുണ്ട്. കടലക്ക കച്ചവടം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ചെറുപ്പത്തെ കാലത്തിൽ കടലക്ക കച്ചവടം ഉണ്ട്. കടലക്ക കച്ചവടം എങ്ങനെ ചെയ്യില്ലങ്ങൾക്ക് കടലക്ക കച്ചവടം വന്ന അന്നത്തെ കാലത്ത് നിപ്പോൻ്റെ ഒരു ബാറ്ററി പെട്ടി ഉണ്ട്, അല്ല ബാറ്ററിയുടെ ഒരു അട്ടപ്പെട്ടി. അപ്പോൾ നമ്മൾ സ്കൂൾ വിട്ടുന്ന വേഗം കടലക്ക വേഗം ഉമ്മാരെ വറുത്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളതിനെ കൊത്ര വേഗം വറക്കും. വറുത്തിട്ട് എന്ത് ചെയ്യും, ഇതായിട്ട് നമ്മൾ കടലേ എന്ന് പറഞ്ഞ് പോകും. ഈ കടലേ എന്ന് പറഞ്ഞ് പോകുമ്പോൾ പലയിടത്തും നമുക്ക് അനുഭവം ഉണ്ട്. നമ്മളെ തിരിച്ച് കടലേ എന്ന് പറഞ്ഞ് കളിയാക്കും. അത് പോട്ടെ, അതൊക്കെ നമ്മൾ ജീവിതത്തിന് രസമായിട്ട് എടുത്താൽ മതി, പോസിറ്റീവ്. അങ്ങനെ കടലേ എന്ന് പറയുമ്പോൾ ചില ഗൾഫുകാരും മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യും, കടല നമ്മളോട് കൊസുറ് ചോദിക്കും. കൊസുറ് മീൻസ് സാമ്പിൾ ചോദിക്കും. ഈ സാമ്പിൾ ചോദിക്കുന്ന സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ചെറിയൊരു പെട്ടിയിലാക്കിയിട്ട് ഒരു മൂലക്കൂടിയിൽ വെക്കും. അത് ഏറ്റവും ഫൈനസ്റ്റ് ക്വാളിറ്റി സാധനമായിരിക്കും. സാമ്പിൾ ഷുഡ് ബി ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ. സാമ്പിൾ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും, ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രം എടുത്ത് കൊടുക്കും. സോ ആ സമയത്ത് അവർ കഴിക്കണ ഫൈനസ്റ്റ് ക്വാളിറ്റി സാധനം മാത്രം തിരഞ്ഞ് നമ്മൾ മാറ്റി വെച്ചതാണ്. അപ്പോൾ ആ സാമ്പിൾ കൊസുറ് എന്തായിരിക്കും, 100% സക്സസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഓക്കെ ഡൺ, ആ ബിസിനസ് അവിടെ വില്ലിങ് ആയി. അപ്പോൾ ചെറുപ്പത്തിൽ നമുക്കൊരു ബിസിനസ് മൈൻഡ് ഉണ്ട്, അത് എങ്ങനെ ക്യാപ്ചർ ചെയ്യണം എന്നുള്ളത് ഒന്നാമത്തെ വിഷയം. അങ്ങനെ എന്ത് ആ ഒരു പെട്ടിയുള്ള കടലൊക്കെ മുഴുവൻ ഒരു ഗൾഫുകാരൻ മാക്സിമം ഒരു 10-12 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ അനിസ്പ്രൈൻ്റെ കുപ്പിയിലോ തൊണ്ടിലൊക്കെ കൊണ്ടുപോയി പാത്ത് വെച്ച് സമ്പാദിക്കുന്ന ഒരു കാലഘട്ടം. അതുപോലെ തന്നെ ഐസും കച്ചവടം സിപ്പപ്പ് മേഖലയിൽ ഒരുപാട് ഭീഷണി വന്നപ്പോൾ 15 രൂപക്ക് 1 കിലോ മുന്തിരി വാങ്ങി എല്ലാ സിപ്പപ്പിലും എന്ത് ചെയ്യും, ഓരോരോ മുന്തിരി ഇടും. അപ്പോൾ ഓരോരോ മുന്തിരി ഓരോരോ സിപ്പപ്പിലിടുമ്പോൾ എന്ത് ചെയ്യും, അതിന് മുന്തിരി ഐസ് എന്നുള്ള പേര് വരും. അപ്പോൾ ഓൾറെഡി 50 ഒരു ചെറിയൊരു മുന്തിരി ഇട്ടിട്ട് 50 പൈസക്ക് വിൽക്കുന്ന സാധനം 1 രൂപയ്ക്ക് വിറ്റും. അങ്ങനെ ബിസിനസ് മൈൻഡ് നമ്മൾ ഓൾറെഡി ചെറുപ്പത്തിലേ നമ്മൾ വളർത്തി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ പിന്നെ പാക്കപ്രൈസ് സ്കൂളിൽ പഠിക്കുന്ന കാലം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായിട്ടും ഇതേപോലത്തെ ഓരോരോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കടലക്ക കച്ചവടം, അതേപോലെ തന്നെ മസാലടി നാരങ്ങൻ്റെ കച്ചവടം, സിപ്പപ്പിൻ്റെ കച്ചവടം, അതേപോലെ തന്നെ പല പല ഏർപ്പാടുകളും, ഈവൻ വീട്ടിൽ മാതൂളി നാരങ്ങ വരെ ഉണ്ടായിരുന്നു. അതുവരെ ചെത്തിയെടുത്തിട്ട് പീസാക്കിയിട്ട് ഓരോ ചോളാക്കിയിട്ട് സ്റ്റീൽ വെച്ച് നടന്ന് വിറ്റിരുന്നു. ഇതൊക്കെ ഇപ്പോഴത്തെ തലമുറയോട് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അത്ഭുതങ്ങളായിരിക്കാം. പക്ഷെ ചെറുപ്പത്തിലേ നമ്മൾ എന്ത് ചെയ്യണം, ജീവിക്കാനും ആര് നമുക്ക് സമ്പാദിച്ചു കൊണ്ടുവരാനുണ്ടെങ്കിൽ കൂടിയും നമ്മളതായിട്ടുള്ള ലോകം നമ്മൾ വളർത്തിയെടുക്കണം. യു ഷുഡ് ക്രിയേറ്റ് യുവർ ഓൺ വേൾഡ്. നിങ്ങൾ നിങ്ങളുടേതായ ഒരു ലോകം സൃഷ്ടിക്കുക. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ആ ചെറുപ്പം തൊട്ടേ നമ്മൾ എന്ത് ചെയ്യും, 2 രൂപ സമ്പാദിച്ച് വെക്കുമ്പോൾ നമുക്ക് ഹോട്ടലിൽ പോയി മര്യാദക്ക് ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ നമ്മൾ കീശി നിർത്താൻ തുണ്ടുകൾ സമ്പാദിക്കാനൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കും. അതേപോലെ തന്നെ ഈവൻ ഹൈസ്കൂളിലെത്തിയിട്ടും നമ്മളെ ബിസിനസ് മൈൻഡ് വിട്ടിട്ടില്ല. അതിൻ്റെ കാരണം പറഞ്ഞുതരാം. കുറ്റൂർനോത്ത് സ്കൂളിലെത്തിയപ്പോൾ ഞാനെന്ത് ചെയ്തു, പിന്നെ നമ്മളെ മുണ്ടച്ചേരി തറവാട് എന്ന് പറഞ്ഞൊരു പഴയ തറവാടുണ്ട് നമ്മളെ താഴത്ത്. കുറ്റൂർനോത്ത് അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ പിന്നെ എടത്തോളക്കാർ ഓപ്പോസിറ്റ് കരിന്തോൾക്കാരെ സൈഡ് എന്ന് പറയും. അവിടെ മുണ്ടച്ചേരി തറവാട്ടിൽ പഴയ നമ്മളെ 2-3 വല്യന്മാരുണ്ട്, കൈജാത്ത, ഇസുദാത്ത, മൈമുട്ടിയാക്ക. അങ്ങനെ ഒരുപാട് ആളുകൾ, ഒരുപാട് കഥാപാത്രങ്ങൾ ജീവിതത്തിലൂടെ നമ്മളെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ കതിജാത്തേൻ്റെ യശോദാത്താൻ്റെയൊക്കെ എന്നൊക്കെ പോയിട്ട് 1 രൂപയ്ക്ക് നമ്മൾ ജാതിക്കൻ്റെ തോട് വാങ്ങും. ജാതിപ്പത്രി കുരുവാണ് അവർക്ക് ആവശ്യം. ജാതിക്കയുടെ തോട് തരും. 1 രൂപയ്ക്ക് 22 ജോഡി തരും. 22 ജോഡി മീൻസ് 44 പീസൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ 40 പീസ് ഉണ്ടാവും. നമ്മൾ ഇതെന്ത് ചെയ്യുന്ന അറിയോ, എൻ്റെ ബാഗിൻ്റെ ഒരു അറയിലിട്ടിട്ട് ഞാൻ സ്കൂളിലോട്ട് പോവുക. വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് ഉപ്പും മസാലയൊക്കെ റെഡി ആക്കിയിട്ട് വേറെ കരുതി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഈ ഉപ്പും മസാലയൊക്കെ വെച്ചാണ് വേറെ കരുതി വെച്ചിട്ടുണ്ടാവും. അതുപോലെ ഈ ജാതിക്കത്തോടുമായി ഞാൻ സ്കൂളിലോട്ട് പോവുക. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പഠനത്തോടൊപ്പം നമ്മൾ അവിടെയും ബിസിനസ്സാകും. എങ്ങനെ, ഈ ജാതിക്കത്തോട് ഓരോരോ കുട്ടികൾക്ക് കൊടുക്കും 50 പൈസ, കുറച്ച് ബാക്ക്വേർഡ് ആണെങ്കിൽ 25 പൈസ. കാരണം 1 രൂപയ്ക്ക് 44 പീസ് കിട്ടിയിട്ടുണ്ട്. 22 ജോഡി എന്ന് പറയുന്നത് പാർട്ടീഷൻ ചെയ്യുമ്പോൾ അത്രത്തോളം കിട്ടൂല. ഈ 44 പീസ് വെച്ചിട്ട് എന്ത് ചെയ്യും, ഓരോരുത്തർക്ക് നമ്മൾ സപ്ലൈ വിടും. സപ്ലൈ വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഓരോരോ പീസ് ഓരോരുത്തർക്ക് വിറ്റിട്ട് അന്നും 10, 12, 15 രൂപ ഡെയിലി സ്കൂൾക്ക് പോകുന്ന കാലത്ത് അല്ലെങ്കിൽ 3 ദിവസം 4 ദിവസത്തെ കൂട്ടുന്ന ഗ്യാപ്പിൽ നമുക്ക് സമ്പാദിക്കാൻ സാധിച്ചിരുന്നു. അതൊക്കെ ജീവിതത്തിലെ ഒരു അനുഭവം കുറ്റൂർനോത്ത് സ്കൂൾ സമ്മാനിച്ചതാണ്. അങ്ങനെ അവിടുന്ന് നമ്മളെ കോളേജ് തലങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് അതായത് നാടകം, അതേപോലെ തന്നെ സ്പോർട്സ്, ഏകദേശം 3-4 വർഷത്തോളം എനിക്കറിയാം. ഒരു കലാപരിപാടിയുടെ ഒരു ആർട്സിലും നമ്മൾ പങ്കെടുക്കാതിരിക്കില്ല. മിക്ക നാടകങ്ങളും ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4 വർഷത്തോളം ആ സ്കൂളിൽ തന്നെ മികച്ച നടനുള്ള, നമുക്ക് സ്കൂളിലുള്ള നാടകത്തിന് മികച്ച നടനുള്ള ഇതെന്ത് കിട്ടിയിട്ടുണ്ട്, അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്.
അങ്ങനെ നമ്മളത് കലാലയം, ആ കലാലയത്തിന് കാരണം നമ്മൾ ഓരോരോ സബ്ജക്റ്റുകൾ ഇടുമ്പോൾ സമയത്തിൻ്റെ ഇതുണ്ട്. ഒരുപാട് ലെങ്തി ആയി പോയി കഴിഞ്ഞാൽ യു ആർ നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ടു വാച്ച് മൈ ടോപ്പിക്സ്. സോ ഇറ്റ് ഷുഡ് ബി ഇറ്റ് ഈസ് ദ ടൈം ടു മൂവ്. കാരണം ഇപ്പോൾ എനിക്കത് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റോളം നിങ്ങൾ സംസാരിച്ചു. അപ്പോൾ പിന്നെ കുറ്റുന്നോത്ത് സ്കൂളിൽ കുറച്ച് കാര്യങ്ങളും കൂടി സംസാരിക്കാനുണ്ട്. ഏകദേശം ഞാനിപ്പം കൂടി സംസാരിക്കുന്ന എൻ്റെ ടോക്കും ഇതൊക്കെ യൂട്യൂബിലും അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ശുഷ്കാന്തി ടോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഓൾറെഡി അതിലുണ്ട്. നിങ്ങൾ ആ ചാനൽ എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഞാൻ നല്ല നല്ല കണ്ടന്റുള്ള കുറച്ച് നല്ല നല്ല വീഡിയോസ് നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് 100% പെർഫെക്ഷനോട് കൂടി നിങ്ങളുടെ കയ്യിലേക്ക് വരും. അപ്പോൾ പിന്നെ നിങ്ങൾ തന്നിരിക്കുന്ന അതേ സപ്പോർട്ട് വീണ്ടും വീണ്ടും തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ശുഷ്കാന്തി ടോക്കിൻ്റെ ഈ ഒരു പിന്നെ എപ്പിസോഡ് ഞാൻ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇൻഷാല്ലാ ഐ വിൽ ബി ബാക്ക് 100% ക്ലാരിഫിക്കേഷൻ അബൌട്ട് മൈ ലൈഫ്. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും സന്തോഷം, സമാധാനം നേരുന്നു. വൺസ് അഗൈൻ ഇറ്റ്സ് യുവർ ഓൺ ഷാജഹാൻ. ബൈ.